ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഉന്നത പദവിയിലെത്തിയ നടൻ വിനായകൻ ഇന്ന് പൊതുസമൂഹത്തിന് വിനയായി മാറിയിരിക്കുന്നു. ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് ആൾക്കാർക്ക് നേരെ വിനായകൻ മുണ്ടുരിഞ്ഞു കാണിച്ച സംഭവത്തിൽ പ്രതികരിക്കുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ്. സ്വന്തം സമുദായത്തിന് അഭിമാനമായി മാറേണ്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ അവർക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല, 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെയും രൂക്ഷ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉയർത്തുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് ഉന്നത പദവിയിലെത്തിയ നടനായിരുന്നു വിനായകൻ. രജനീകാന്തിന്റെ ജയിലർ എന്ന ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷം അവതരിപ്പിച്ച സൗത്ത് ഇന്ത്യ മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചു. എന്നാൽ വിനായകൻ പൊതുസമൂഹത്തിൽ വിനയായി മാറി. അയാൾ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അടുത്തിടെ അയാൾ മദ്യപിച്ച് നഗ്നതാ പ്രദർശനം നടത്തുകയുണ്ടായി. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ നിറത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് വിനായകൻ തന്നെ ഒതുക്കി തീർത്തു. ആദ്യമൊക്കെ ഞാനത് വിശ്വസിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണവാർത്തയിൽ കേരളമൊട്ടാകെ ദുഃഖത്തിൽ പങ്കുചേർന്നപ്പോൾ ഒരാൾ മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. അത് വിനായകനായിരുന്നു. സംസ്കാരത്തിന് ചേരാത്ത വാക്കുകളാണ് അയാൾ ഉപയോഗിച്ചത്. ഉമ്മൻചാണ്ടിയെ ഒരു കാലത്ത് അധിക്ഷേപിച്ചവരെല്ലാം അനുഭവിക്കുന്നത് ഇന്നും തുടരുകയാണ്. തന്റെ സമുദായത്തിന് അഭിമാനമായി തീരേണ്ട വ്യക്തിയായിരുന്നു വിനായകൻ. അയാൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഒരു പിഞ്ചുകുട്ടിയെ പിച്ചിച്ചീന്തിയ നടനാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ. കലാരംഗത്ത് നല്ലൊരു ഭാവിയുണ്ടായിരുന്ന നടനായിരുന്നു അയാൾ. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതേ പോലീസ് തന്നെ ജയചന്ദ്രനെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ ആക്ഷേപം ശരിവെക്കുന്നതാണ് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള സിനിമാക്കാരുടെ പീഡന പരമ്പരകൾ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ജയിലിലായപ്പോൾ പിന്തുണച്ച നടനാണ് ഇയാൾ. ദിലീപ് ജയിൽ മോചിതനാകുന്നതുവരെ താനും നിലത്ത് മാത്രമേ കിടക്കുകയുള്ളൂ എന്ന ശബ്ദവും ജയചന്ദ്രൻ എടുത്തത് ശ്രദ്ധേയമായിരുന്നു. കഞ്ഞിയും പയർ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതുമാണ്. അദ്ദേഹത്തിനായി ഒരു സംഘടനകളും പുറത്തു വന്ന് കണ്ടില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പണത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കും. അദ്ദേഹം നടനായതുകൊണ്ട് പ്രതിയെന്ന് വിളിക്കാൻ സാധിക്കില്ല, കുറ്റാരോപിതൻ എന്ന് മാത്രമേ വിളിക്കാവൂ. അതാണ് സിനിമാക്കാരുടെ പ്രിവിലേജ് എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് ആൾക്കാർക്ക് നേരെ നടൻ വിനായകൻ ഉടുമുണ്ടുരിഞ്ഞു കാണിച്ച് പൂരത്തെറി വിളിച്ചത്. മദ്യപിച്ച് ലക്കുകെട്ട ആൾക്കാരെ തെറി പറഞ്ഞും പോലീസിനോടും സൈനികരോടും കയർത്തും നിരവധി തവണ വിവാദത്തിലായ താരമാണ് വിനായകൻ. ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിലായിരുന്നു നടൻ മദ്യപിച്ച് യാത്രക്കാർക്ക് ശല്യമായത്. തുടർന്ന് ഇയാളെ CISF തടഞ്ഞുവെക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തു. വിനായകൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള വീഡിയോകളും പ്രചരിച്ചിരുന്നു. പച്ച കൈലിയെടുത്ത് നടന്ന വിനായകൻ തുണിയുരിഞ്ഞ് നാട്ടുകാർക്ക് നേരെ പ്രദർശനം നടത്തുകയും തെറിയഭിഷേകം നടത്തുന്നതുമാണ് വീഡിയോ. ലഹരിക്കടിമയായ വിനായകൻ കാലുറയ്ക്കാതെ നിലത്ത് വീഴുന്നതടക്കം കാണാം. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് നടന്റെ പുലഭ്യവും തരംതാണ പ്രവൃത്തിയും. ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.